ഉച്ചാസ് ക്രിയേഷൻ യൂട്യൂബ് ചാനൽ. ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 80,000 വർഷത്തെ ഇബാദത്ത് ഒരൊറ്റ ഒരു പ്രവർത്തനം കൊണ്ട്, ഒരു സ്വഭാവം കൊണ്ട് ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോവുക, നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം സങ്കടമുള്ള വിഷയമാണല്ലേ. ആരുടെ സംഭവമാണ് ഈ പറയാൻ പോകുന്നത്? സാധാരണ നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന പോലെ ഒരുപാട് സമയങ്ങൾ നമ്മൾ ആവശ്യത്തിനും വേണ്ടിയും കുറച്ച് സമയം മാത്രം ഇബാദത്തിന് വേണ്ടിയും മാറ്റിവെച്ചുകൊണ്ട് അങ്ങനെയുള്ള 80,000 വർഷത്തെ ഇബാദത്ത് എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിനിക്കും ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമായി ജീവിച്ചിട്ട് 80,000 വർഷത്തെ ഇബാദത്ത് സ്വരൂപിച്ചു വെച്ചിട്ട് ഒരൊറ്റ ഒരു സ്വഭാവം കൊണ്ട് അതൊക്കെ നശിച്ചുപോയി. ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് എണ്ണമില്ലാത്തത്രയും മലായികത്തീങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മലക്കുകളുടെ ജോലി എന്താണ്? ഏത് സമയത്തും അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള മലായികത്തീങ്ങളുടെ നേതാവായിരുന്നു ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ്. ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് 80,000 വർഷത്തെ ഇബാദത്ത് ഉണ്ടായിരുന്നു എന്നാ. പിന്നെ എങ്ങനെയാണ് അതൊക്കെ നഷ്ടപ്പെട്ടു പോയത്? ഒരൊറ്റ സ്വഭാവം കൊണ്ടാണ്. എന്താണ് ആ സ്വഭാവം? അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചിട്ട് മലായികത്തീങ്ങളോട് പറഞ്ഞു, ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ എല്ലാവരും ആദം നബി അലൈഹിസ്സലാമിനിക്ക് സുജൂദ് ചെയ്യണം. ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ, എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. കാരണം അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇന്ന് ആ കൽപ്പനയില്ല. ഇന്ന് അള്ളാഹുവിനിക്കല്ലാതെ പിന്നെ ഒരു സൃഷ്ടിക്കും നമ്മൾ സുജൂദ് ചെയ്യാൻ പാടില്ല. അതാണല്ലോ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമയത്ത് പറഞ്ഞത്, അള്ളാഹു അല്ലാതെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. എന്നാൽ അള്ളാഹുവിനിക്കല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് ഞാനത് കൽപ്പിക്കുന്നില്ല. അത് ഭാര്യ ഭർത്താവിനോട് ചെയ്യേണ്ട കടമകളുടെ ഗൗരവം കാണിച്ചതാണ്. എന്നാൽ അതേപോലെ ഭർത്താവ് ഭാര്യയ്ക്കും ചെയ്തു കൊടുക്കേണ്ട കടമകളുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയല്ല. അങ്ങനെ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തപ്പോ മലായികത്തീങ്ങളുടെ നേതാവ്, അന്ന് ലഅനത്തുല്ലാഹി അലൈഹി ആയിട്ടില്ല, ആ മലക്കുകളുടെ നേതാവ് അവിടുന്ന് കിബ്ർ നടിച്ചുകൊണ്ട്, അഹങ്കാരം നടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയാണ്, പടച്ചോനെ, നീ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണ് കൊണ്ടാണ്, എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് തീ കൊണ്ടാണ്. അപ്പോ മണ്ണിനേക്കാളും ശക്തിയുള്ളത് തീയിനിക്കാണ്. മണ്ണിനെ കരിച്ചു കളയാനുള്ള ശക്തി തീയിനിക്കുണ്ട്. പക്ഷെ അള്ളാഹു തആല കൊടുക്കുന്ന കഴിവാണ്, അല്ലാതെ തീയിനിക്ക് കഴിവില്ല. അങ്ങനെ തീയിനിക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോ അവിടുന്ന് കരിക്കണമായിരുന്നു. പക്ഷെ അള്ളാഹു തആല കഴിവ് കൊടുത്തില്ല. അതുപോലെ തന്നെ സയ്യിദന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ പറഞ്ഞപ്പോ ആ വാളിന് അള്ളാഹു തആല കഴിവ് കൊടുത്തില്ല. അപ്പൊ അങ്ങനെ അള്ളാഹുവിനിക്കല്ലാത്ത ഒരു സൃഷ്ടിക്കും ഒരു കഴിവുമില്ല. ഞാൻ വിഷയത്തിൽ നിന്ന് മാറുകയല്ല. അങ്ങനെ ആ തീയിനിക്കാണ് മണ്ണിനേക്കാളും ശ്രേഷ്ഠതയുള്ളത്. അതുകൊണ്ട് ശ്രേഷ്ഠനായ ഞാൻ ആ ആദമിനിക്ക് സുജൂദ് ചെയ്യൂല അലൈഹിസ്സലാം ആ കിബ്ർ പറഞ്ഞപ്പോ അള്ളാഹു തആല അവിടെ നിന്നുണ്ടായ 80,000 വർഷത്തെ ഇബാദത്തും നഷ്ടപ്പെടുത്തി അള്ളാഹു തആല ശപിച്ചു കളഞ്ഞു. അതാണ് നമ്മൾ ഇന്നും ആ പഹയന്റെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നത്. അപ്പൊ ആ അഹങ്കാരം എന്ന് പറയുന്നത് അത് ഇബ്ലീസിന്റെ സ്വഭാവമാണ്, ഇബ്ലീസിന്റെ പ്രവർത്തനമാണ്. നമ്മളൊന്ന് വിചാരിച്ചു നോക്ക്, നമുക്കുമില്ലേ ആ ഒരു അഹങ്കാരം? നമ്മൾ പല സമയത്തും പല ആളുകളെയും കാണുമ്പോൾ അവൻ എന്നെക്കാളും ചെറുതാണ്, അല്ലെങ്കിൽ അവർക്ക് എൻ്റെ അത്ര സ്ഥാനമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് അഹങ്കാരം വരാറില്ലേ? പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇബാദത്ത് ചെയ്തിട്ട് എന്താണ്? നമ്മുടെ ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിക്കോ? ഏതെങ്കിലും രൂപത്തിൽ ഒരിത്തിരി അണുമണി തൂക്കം അഹങ്കാരം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കഴിവിന്റെ പരമാവധി നമ്മുടെ സ്വഭാവം നന്നാക്കിക്കൊണ്ട്, എല്ലാ ആളുകളും നമ്മളെക്കാളും വലുതാണ്, അവർക്ക് നമ്മളെക്കാളും കഴിവുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നന്നാവും. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.